ഹലോ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി അച്ചാറാണ്. നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കാണാറില്ലേ, മറ്റേ കാറ്ററിംഗുകാരുടെ നല്ല ക്യാരറ്റും മാങ്ങയൊക്കെ ഇട്ടുള്ള അച്ചാർ. ഞാൻ വിചാരിച്ച അങ്ങനെയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വല്ല ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കണം എന്ന് ഓർത്തായിരുന്നേ. പക്ഷേ അത്രയൊന്നും ഞാൻ പോയില്ല. എന്നാലും ഏകദേശം ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ഞാനതിട്ടു. പക്ഷേ ഞാനത് ആദ്യമായിട്ടാട്ടോ ചെയ്യുന്നത്. ഞാൻ കഴിച്ചിട്ടേ ഉള്ളൂ. ഞാൻ വീട്ടിൽ ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു. ഞാൻ ചെയ്ത് നോക്കി, അടിപൊളിയാണ്. നിങ്ങളിവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. നമ്മുടെ അച്ചാറിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ മാങ്ങ നീളത്തിലരിഞ്ഞത്, അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം നീളത്തിൽ തന്നെയാണ് അരിയേണ്ടത്. പിന്നെ നല്ലെണ്ണ, കായം, ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ഈ പാൻ നമ്മുടെ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. അതിനകത്തേക്ക് 1 സ്പൂൺ കടുക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം നീളത്തിൽ തന്നെയാണ് അരിഞ്ഞിരുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഉള്ളിയും ഇഞ്ചിയും എല്ലാം നല്ലതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ. നന്നായിട്ട് ഇളക്കിയിട്ട് ഈ സമയത്ത് വേണം നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാൻ. ക്യാരറ്റും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കും. മാങ്ങ ഈ ഒപ്പം ഇടരുത്, കാരണം ക്യാരറ്റിന് ചെറിയ ഒരു വേവുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ക്യാരറ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് വേണം നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കാൻ. മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം നേരം അച്ചാർ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം. അതുകൊണ്ട് നമ്മുടെ ക്യാരറ്റ് ഒന്ന് വാടി വരട്ടെ. ഈ ഒരു സമയത്ത് അതിനാവശ്യമായ ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ക്യാരറ്റ് ഇപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. തീ കുറച്ചിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ ഒരു സമയത്ത് കുറച്ച് ഉലുവ ഞാൻ വറുത്ത് പൊടിച്ചതാണ്, അതും കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള കായപ്പൊടി നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഉപ്പ് നോക്കിയിട്ട് പിന്നെ കുറവോ കൂടുതലാണെങ്കിൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ ഇത്രയും വിനാഗിരിയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് വിനാഗിരി ഒഴിക്കുന്നത്. ചിലർ തീ വെച്ചുകൊണ്ട് തന്നെ വിനാഗിരി ഒഴിക്കും. ഞാൻ എങ്ങനെയാണ് ചെയ്യാറ്, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ കറക്റ്റായിട്ട് തോന്നുന്നത് അതുപോലെ ചെയ്യുക. അങ്ങനെ നമ്മുടെ കല്യാണ വീടുകളിലെല്ലാം കിട്ടുന്ന മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. ഒന്ന് അരിഞ്ഞെടുക്കുന്ന ഒരു താമസമേ വരുന്നുള്ളൂ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക.